ഏതാനും മാസങ്ങൾക്ക് മാത്രം മുൻപാണ്. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ മട്ടിൽ കേന്ദ്രമന്ത്രിയുടെ ഉള്ളി തൊലിച്ച ഉൾവിളികൾ ആലപ്പുഴ വേണോ, തൃശൂർ വേണോ, എയിംസ് അതോ തലസ്ഥാനത്ത് വേണോ, കാസർഗോഡ് കഴിഞ്ഞ് പൊള്ളാച്ചി വരെ എത്തിയതാണ്. ഈ കഴിഞ്ഞ 4-ാം നാളും കേട്ടതാണ്. എയിംസ് വരും മറ്റേ മോനെ എന്നൊരു പാർലമെന്റ് അംഗത്തിന്റെ അൺപാർലമെന്ററി ഡയലോഗ്. എയിംസ് ഒരു ചുക്കുവിൽ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഗോപി സാറെ, ഷോ കാണിച്ച വഞ്ചനാവാക്ക്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. സുഹൃത്തുക്കളെ, ഞാൻ എന്നാ ഈ ഡയലോഗ് കേട്ടപ്പോൾ എന്റെ വിചാരം എന്താണെന്ന് അറിയോ, സുരേഷ് ഗോപിന്റെ പുതിയ ഫിലിം വരുന്നുണ്ട്, അതിനകത്ത് ഡയലോഗാണെന്നാ. അല്ലല്ലേ, വാഗ്ദാനം നൽകിയിരിക്കണം അപ്പൊ കേരളത്തിന്. ഇവരൊക്കെ ഇപ്പോഴും സിനിമ ലൈഫാണ് രാഷ്ട്രീയത്തിലും കൊണ്ടുവരുന്നത്. ഫുള്ള് ഡയലോഗ് 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 ഡയലോഗ്. ഒരു കാര്യമില്ല കേന്ദ്രമന്ത്രി, ചവ്വാളല്ല കേന്ദ്രമന്ത്രി. ബജറ്റിന് മുൻപ് കടലോളം കൊതിച്ചിട്ടും കടലാമയെ മാത്രം കിട്ടിയ അവസ്ഥയിലാണ് കേരളം. ഹലോ, സുരേഷ് ഗോപി സാറിന്റെ ഓഫീസാണോ? സാറേ, ഞാനേ ഓൾ ഇന്ത്യ ആമ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് കേട്ടോ. നമ്മുടെ കടലിക്കൂടെ നിന്ന് ആമയില്ലേ, അതിന്റെ നമുക്ക് കേരളത്തിലൊരു സംരക്ഷണ കേന്ദ്രമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ സാറേ. ഇന്ന് നമുക്കത് ആലപ്പുഴ തന്നെ തരാവോ? ആലപ്പുഴ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരുന്നു. നമ്മുടെ ഏരിയ അവിടെ ആയിരുന്നു. എന്തായാലും സാറേ, വലിയ ഉപകാരമായി, വലിയ ഉപകാരം. മനുഷ്യർക്ക് ഒരു കൂപ്പം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് തരുന്നുണ്ടല്ലോ, വലിയ ഉപകാരം. 1.5 മണിക്കൂറോളം നീണ്ട നിർമ്മലാ സീതാരാമന്റെ 9ാം ബജറ്റ് പ്രസംഗം കണ്ട സാധാരണ മലയാളിക്ക് ഇന്നൊരു സിനിമാ ഡയലോഗിലുള്ള പോലെ പറയേണ്ടി വന്നു. നമ്മൾ ഇതിലില്ല, കണ്ടാൽ മതി. തൃശൂർ അങ്ങെടുത്ത് എയിംസ് അങ്ങ് തന്നേക്കാമെന്ന് നാടുനീളെ പ്രസംഗിച്ച കേന്ദ്രമന്ത്രിക്കും ഇന്നും മിണ്ടാട്ടമില്ല. നമ്മുടെ തൃശ്ശൂരിലെ പ്രിയ സുഹൃത്തുക്കൾക്ക് ചെറിയ തെറ്റ് പറ്റിയതാണ് കേന്ദ്രമന്ത്രിയായിട്ട് കിടക്കുന്ന സുരേഷ് ഗോപി അല്ലെ. തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഇനി ഏതായാലും പറ്റി ഇനി നിങ്ങൾക്ക് ഇത് പറ്റാതെ വല്ല ഉപകാരമുണ്ടോ? കുറെ സിനിമ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലാണ്ട്. എവിടെ സാർ കേരളത്തിന് കിട്ടുമെന്ന് കേന്ദ്രമന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരുന്ന എയിംസ്, ഒന്നിലേറെ ജില്ലകളുടെ സാധ്യതകൾ ആവർത്തിച്ച് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? ഇത് സിനിമയല്ലല്ലോ. കാരണം എയിംസ് തന്നില്ലെന്ന് മാത്രമല്ല, ഒന്നും തന്നില്ല. സുരേഷ് ഗോപിന്റെ എയിംസ് ഓൾ ഇന്ത്യ മണ്ടന്മാരുടെ സൊസൈറ്റി. എന്റെ പൊന്നു ഗോപിയേട്ടാ, വയ്യെങ്കിലും മാറിക്കൊടുക്ക്. നമുക്ക് വല്ല സീരിയലൊക്കെ എടുത്തിട്ട് മെല്ലെ തട്ടി മുട്ടി പോകാം. രാഷ്ട്രീയമൊന്നും നമുക്ക് പറഞ്ഞതല്ല. അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല അറിവുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഓരെന്തേലും ചെയ്തോട്ടെ. നമുക്ക് ഫിലിമിലേക്ക് തന്നെ തിരിച്ചു പോകാം. വല്ലാതെ അത് കേന്ദ്രമന്ത്രി ഞങ്ങൾ പറഞ്ഞത് 45 ദിവസത്തിൽ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിച്ചില്ലേ, അദ്ദേഹം മൈക്കട് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്ന് അത് പ്രഖ്യാപിക്കും എന്ന് ഞാൻ ഉറപ്പ് തന്നു, ഇന്നും ഉറപ്പ് തരുന്നു. 45 ദിവസത്തെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖരനും പ്രധാനമന്ത്രി ഒക്കെ പാടെ കൂടിയിട്ട്. പൊന്നാറ സുഹൃത്തുക്കളെ, പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരു ബ്ലൂ പ്രിന്റ് വേറെ വരാണ്ട്, ഐബ്സ്റ്റീൻ ഫയൽസ് ബ്ലൂ പ്രിന്റ്. എല്ലാവരും അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ പൊന്നു രാജീവ് ചന്ദ്രശേഖരൻ അത് എങ്ങനെയും പുറത്തിറങ്ങാതെ നോക്കാൻ നോക്കി. നരേന്ദ്രമോദി ബ്ലൂ പ്രിന്റ്. എൻ്റെ പൊന്നോ, എന്തായാലും ഭാരത് മാതാ കി ജയ്. എല്ലാം നല്ലതിനായിട്ട് അത്ര നമുക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മളെ കേരളം